ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ദേവനതാ തൊട്ടി കിടന്ന് ഉറങ്ങാണ് കേട്ടോ. നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോവാണ്. ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട്. വേറെ എവിടേക്കും അല്ല, തിരുവമ്പാടി ഒന്ന് മുക്കം അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകണം. മുക്കം അമ്പലത്തിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ പോണ വഴിക്കാണ് പെട്ടെന്ന് പ്ലാൻ മാറ്റിയത്. നമ്മളിതാ ഒരുങ്ങി ഇറങ്ങി റെഡിയായി ഇറങ്ങി കേട്ടോ. നമ്മളെ വഴിയൊക്കെ അതാ നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അച്ഛൻ ചെത്തിക്കോരി, അമ്മ അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച KSRTC ആയിരുന്നു 4:30. അത് മിസ്സായി. അത് 4:15 പോയി. ഇവിടുത്തെ KSRTCകൾ വൃത്തികെട്ട KSRTCകൾ കറക്റ്റ് സമയം പാലിക്കൂല. 4:30യുടെ ബസ് 4:15 പോവും. 9 മണിയുടെ ബസ് 8:45 പോവും. അങ്ങനത്തെ ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ബസ് മിസ്സായി. ഞങ്ങൾ പിന്നെ ഇതാ 4:50 ബസ്സുണ്ട്. ആ ബസ്സിനാണ് പോയത്. അങ്ങനെ ഇതാ ഞങ്ങളിത് അമ്പലത്തിലെത്തി. അമ്പലത്തിൽ പാലം ഇതാ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ പണിതിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ വഴിപാട് കഴിക്കാൻ പോയി. അങ്ങനെ ഇതാ അമ്പലത്തിൽ ദീപമൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങിയിട്ട് ഇതാ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേവന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ അതാ ചെരുപ്പൊക്കെ വാങ്ങി മുക്കത്ത് നിന്ന് നേരെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ചേച്ചീൻ്റെ വീട്ടിലേക്ക് എത്തി. ബസ് ഇറങ്ങി ഇതാ നടക്കുന്ന വഴിയാണിത്. പിന്നെ അതാ ചേച്ചീൻ്റെ എന്താ പറയുക ലോഡ്ജ് റൂംസ് ഓക്കെ അവിടെ എത്തി. അങ്ങനെ ഇതാ റൂമിലേക്ക് പോവുകയാണ്. അവളപ്പം അവിടെ വീഡിയോ എടുക്കുന്ന കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡോറിൽ ജസ്റ്റ് നോക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയപ്പോൾ സിദ്ധു തുറന്നു. സിദ്ധു ഞെട്ടിപ്പോയി. പിന്നെ വരുമെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ മുട്ടിയിട്ടൊക്കെ തുറന്നപ്പോൾ ഞങ്ങളായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഞങ്ങളങ്ങനെ മുട്ടാറൊന്നുമില്ല. പിന്നെ ഇതാ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സിദ്ധുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ 27. ഇത് 27 വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കേക്കൊക്കെ കുറേ വാരി വലിച്ച് തിന്ന്. പിന്നെന്താ അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് വാരി വലിച്ച് തിന്നിട്ട് പായസം കഴിക്കാനുള്ളൊരു ഗ്യാപ്പ് വയറ്റിലുണ്ടായിരുന്നില്ല. ഇത് സിദ്ധൂട്ടൻ്റെ അമ്മ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അതും കൊണ്ട് ദേവനാണ് കളിക്കുന്നത്. പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റാണിത്. ഒരു കളറിംഗ് ബുക്കും പെൻസിലും. അതിലിരുന്ന് ഞാൻ കളർ കൊടുക്കുകയാണ്. എനിക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതുപോലെയാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ കളറൊക്കെ കൊടുത്ത് റെഡ് കളറാക്കി. പക്ഷേ വീഡിയോയിൽ വേറെ ഏതോ കളറാണ് ഫിൽറ്റർ ഇട്ടിട്ട്. പിന്നെ ഇതാട്ടോ ദേവന് വാങ്ങിയ ചെരുപ്പ്.